ഇപ്പോൾ ഒരു സമരം നടക്കുന്ന 59 ദിവസമായി. നിങ്ങൾ 3 പേരുടെയും നിലപാടുകളൊന്ന് പറയണം. അതുകൂടാതെ ഈ എൻഡോസൾഫാൻ ദുരന്തത്തിനുള്ള പരിഹാരം എന്താണെന്ന് പറയണം. പ്രത്യേകിച്ച് വി രമേശിനോട് ചോദിക്കാനുള്ളത്, 2017 DYFI ആയിരിക്കും ഒരു വിധി വന്നിരുന്നു. അതിൻ്റെ ഇവിടെ കൊടുക്കുന്ന മുഴുവൻ തുകയും കമ്പനിയോടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോട് വാങ്ങണം. ഇവിടെ ഞങ്ങൾക്ക് വളരെ വിഷമത്തോടെ പറയാനുള്ളത്, മരുന്നില്ല, ചികിത്സയില്ല. അതിൽ BJP നേതാവിൻ്റെ കാര്യം കൂടെ പറയണം. കാരണം NHM-ൻ്റെ മരുന്ന് ഇവിടെ കിട്ടിയിരുന്നു, ഇപ്പം അത് നിർത്തി. ഞങ്ങൾ ഇപ്പം പല അമ്മമാരും ചോദിക്കുന്നത് ഒരു ദയാബദ്ധം ഞങ്ങൾക്ക് തന്നൂടെയാണ്. അന്ന് DYFI കോടതിയിൽ പോയപ്പോൾ, സുപ്രീം കോടതി പോയപ്പോൾ, DYFIയുടെ സംസ്ഥാന ട്രഷറായിരുന്നു ഞാൻ. അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ പ്രക്ഷോഭമായിട്ടാണ് ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യവും കേന്ദ്ര കമ്പനികളിൽ നിന്ന് കൊടുക്കാനുള്ള ഉത്തരവ് വന്നത്, അത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. അത് കോർപ്പറേറ്റുകളിൽ നിന്നും ആ കമ്പനികളിൽ നിന്നും നേടിക്കൊടുക്കാൻ ഇടപെടാൻ കഴിയുന്നത് MP-ക്കാണ്. ഈ 5 വർഷക്കാലം കാസർഗോഡിന്റെ MP എൻഡോസൾഫാൻ സുപ്രീം കോടതി വിധി പ്രകാരം കിട്ടേണ്ട കാശ് സംസ്ഥാന സർക്കാർ കൊടുത്ത കാശ് ഗവൺമെന്റ് അതില് രമേശ ഒരു കാര്യം കേൾക്കണം, അതൊന്ന് വായിച്ചു. അതൊന്ന് വായിച്ചു നോക്കണം. അല്ലല്ല, 2017 വിധിയിൽ പറയുന്നത് അതൊന്ന് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമായിരുന്നു. MP-ക്ക് പറ്റില്ല, കേരള സർക്കാരാണ് പോണ്ടേ, ചീഫ് സെക്രട്ടറി ആവണ്ടേ. ചീഫ് സെക്രട്ടറി അതിനകത്ത് കേസിന് പോകേണ്ടത്. നാളെ പോയാൽ, കാരണം 2 തവണ കോടതി അലക്ഷ്യ കേസാണ്, നാളെ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ ആ തുക അത്രയും ഇവിടെ കിട്ടും. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു കേന്ദ്രത്തിനോട് യാചിക്കേണ്ട കാര്യമില്ല രമേശ. അതുപോലെ എന്തുകൊണ്ട് നിർത്തി എന്ന് പറയാനുള്ള ബാധ്യത ഈ പറയുന്ന BJP ചെയ്യാവുന്ന എല്ലാം VS ആണ്. ഈ വിഷയം ഏറ്റവും സർക്കാർ ഭരിക്കും, അവരോട് നിൽക്കാറുണ്ടോ? സർക്കാരിലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അത് പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോഴല്ലേ CV രമേശൻ. ബിന്ദു മന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് കളവ് പറഞ്ഞു പോയി. മന്ത്രി പറഞ്ഞു എൻഡോസൾഫാൻ കഴിഞ്ഞു. ഇതുവരെ സെല്ലോകം ചെയ്തിട്ട് മന്ത്രി ഇന്നാള് പറഞ്ഞത് ഓൺലൈനിൽ കൂടുന്നതാ. ഇല്ല, കള്ളത്തരം പറയുന്നത് എന്തിനാ? ഒരു മിനിറ്റ്, 3 പേരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 58 ദിവസമായി തെരുവിൽ നിങ്ങൾ അന്വേഷിച്ച ഞങ്ങളെ കാര്യം നിങ്ങളുടെ സമരത്തിനൊപ്പം ഉണ്ടായിട്ടുണ്ട്. 2019 ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് 1031 പേര് എത്രയും പെട്ടെന്ന് എടുക്കുന്നുള്ളത്. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് ഒരമ്മ തല മുണ്ടനം ചെയ്തിട്ട് കേരളത്തിന്റെ ഒരു തെരുവിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീക്ക് കിട്ടാത്ത നീതി ഇവർക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് 52 ദിവസം നിങ്ങൾ ആയിരക്കണക്കിന് അമ്മമാരാണ് ഈ ഷൈനിയുടെ കുട്ടിയെ കുട്ടിയാണ്, എന്റെ നാട്ടിലെ കുട്ടിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻഡോസൾഫാൻ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ആവശ്യമായിട്ടുള്ള വൈദ്യസഹായങ്ങളും ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങളും മിഷനും ബാക്കിയുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിർത്തിയെന്ന് അറിയില്ല. അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുംകാല നാളുകളിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിന് നിങ്ങളുടെ കൂടെ എന്റെ പാർട്ടിയും എന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഉണ്ടാവുമെന്ന് ഈ വേദിയിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.